ജനുവരി ഒരു 15 16 ആയിരുന്നപ്പോൾ എനിക്ക് പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു. പി എമ്മിന് അങ്ങനെ കൊടുക്കണം എന്നുള്ള ഐഡിയ വന്നത് അദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ ഭാരതത്തെ, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വായിക്കുമോ എന്ന് തന്നെ അറിയില്ല, കാരണം അത്രയും ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുസ്തകം ഇതാണ്, ബ്ലോസമിങ് വിത്ത് ബഡ്സ് എന്നുള്ളതാണ് പുസ്തകം. ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധവും അവരുടെ ആ ഒരു കൊളാബ്, അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശാസ്താംകോട്ട DB കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപികയായ ലക്ഷ്മി ശ്രീകുമാറിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കത്ത് ലഭിച്ചു. ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അവർ എഴുതിയൊരു പുസ്തകം, ആ പുസ്തകത്തിൽ അവരുടെ മകൻ വരച്ച ചിത്രങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു. പ്രധാനമന്ത്രി അതിൽ അഭിനന്ദിച്ചായിരുന്നു ആ കത്ത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ലക്ഷ്മി ടീച്ചർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ നമ്മുടെ പുസ്തകം എത്തുന്നതും പ്രധാനമന്ത്രി അതിനെ അഭിനന്ദിച്ചൊരു കത്തൊക്കെ എഴുതുന്ന സാഹചര്യം ഉണ്ടായത്? ഞാൻ ചെറുപ്പം തൊട്ടേ കവിതകൾ എഴുതുമായിരുന്നു, സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിന്നെ ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് പരുമല കോളേജ് വരെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി സമയം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഈ ഇടവേളകളിലെല്ലാം കുറച്ച് കുത്തിക്കുറിച്ച് വെക്കുന്ന ചില കവിതകളായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു, ഒരു പുസ്തകമാക്കി മാറ്റിയാൽ നമുക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കും, ഒരു ട്രഷറായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു പുസ്തകം എഴുതാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ മകൻ കുഞ്ഞിലേ തൊട്ടേ ധാരാളം ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. വലിയൊരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒന്നും അങ്ങനെ പറയാനായിട്ടില്ല, എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള പല കുഞ്ഞു കുഞ്ഞു പടങ്ങളും ആദ്യം ബെഡ്ഷീറ്റിലായിരുന്നു വരച്ചിരുന്നത്. ചെറിയ ചെറിയ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കുമായിരുന്നു. പിന്നെ ചുമരിൽ വരയ്ക്കും. അപ്പോൾ സാധാരണ പാരൻസും ഒക്കെ, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് അവൻ വളർന്നതും ഒക്കെ. ഞങ്ങൾ കോളേജിലും ഒക്കെ പോകുമ്പോൾ, വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും എല്ലാ എൻകറേജ്മെൻറ്റും കൊടുത്തു. ഒരിക്കൽ പോലും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനൊന്നും. അപ്പം പല പിക്ചേഴ്സും കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ആണെങ്കിൽ ഈ പുസ്തകത്തിനോടൊപ്പം തന്നെ പിന്നെ ലക്കിലി പല കവിതകളുടെയും തീമും ചിത്രങ്ങളും എല്ലാം ഒരുമിച്ചൊക്കെ പലതും ഒരേപോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പല ചിത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ എൻ്റെ കവിതകളുടെ സാരാംശവുമായിട്ട് വളരെ ബന്ധമുള്ള ചിത്രങ്ങളായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങളും കവിതയും കൂടെ, അതൊരു വേറിട്ട ഒരു ഇതാണ്. സാധാരണ കവിതാ സമാഹാരമുണ്ട്, ചിത്രങ്ങളുടെ ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് മെർജ് ചെയ്ത് നമുക്കൊരു പുസ്തകത്തിൻ്റെ ഒരു ഫോമാറ്റിലാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തപ്പോൾ ചേട്ടനും വളരെയധികം താല്പര്യം തോന്നി. അങ്ങനെയാണ് നമ്മളൊരു പുസ്തകത്തിൻ്റെ രൂപത്തിലാക്കുന്നത്. നമ്മൾ ഡിസംബർ 19 തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു നാഷണൽ ചെയർമാൻ BSSൻ്റെ ഡോക്ടർ BS ബാലചന്ദ്രൻ സാറായിരുന്നു റിലീസ് ചെയ്തത്. പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോപ്പി ഏറ്റുവാങ്ങിയത് P കിഷോർ സാറായിരുന്നു, ബിസിനസ് എഡിറ്റർ, മലയാള മനോരമ. ഒത്തിരി പേരും അദ്ദേഹം, ദക്ഷിണ മേഖല IG ശ്യാംസുന്ദർ സാറ് ഉണ്ടായിരുന്നു, അതുപോലെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം എനിക്കത് റിലീസ് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമായിട്ട് തോന്നി. അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഞങ്ങൾക്ക് PM എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ അഡ്മിറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മുടെ ഭാരതത്തിൽ തന്നെ നല്ല രീതിയിലാണ് എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം അയച്ചു കൊടുക്കുന്നത്? ആദ്യം ഈ പുസ്തകത്തിൻ്റെ പേരും മകൻ്റെ പേരും നമ്മൾ വിട്ടുപോയെന്ന് തോന്നുന്നു, അതൊന്ന് പറഞ്ഞിട്ട്, അത് പ്രധാനപ്പെട്ടതാണല്ലോ. പുസ്തകം ഇതാണ്, ബ്ലോസമിങ് വിത്ത് ബഡ്സ് എന്നുള്ളതാണ് പുസ്തകം. മകൻ്റെ പേര് ശ്രീറാം ചന്ദ്രൻ. ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഇലസ്ട്രേഷൻസും ശ്രീറാമിൻ്റെ തന്നെയാണ്. അപ്പം മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള നിലയ്ക്കും കൂടെയാണ് ഞങ്ങളിതൊരു പുസ്തകമായിട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇത് ഒരിക്കലും അവന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. അവനൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്നെന്നും അവൻ വലുതാകുമ്പോൾ, ഇപ്പോൾ അവനത് വലിയ വാല്യൂ ഒന്നും ഇല്ല, പക്ഷേ ഭാവിയിൽ അവൻ ഈ പുസ്തകം മറിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എത്രത്തോളം ആ പെയിൻ, ഇതിൻ്റെ A to Z ഞങ്ങൾ ചെയ്തത് അതെല്ലാം, അപ്പോൾ അവനത് മനസ്സിലാക്കും. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഈ പുസ്തകം കഥയൊക്കെ വെച്ചിട്ട്? എനിക്ക് ശരിക്കും PM അങ്ങനെ കൊടുക്കണം എന്നുള്ള ഐഡിയ വന്നത് അദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ ഭാരതത്തെ, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കൊന്നും അപ്രോച്ചബിൾ അല്ല. അപ്പോൾ മാത്രമല്ല എനിക്ക് എങ്ങനെ കൊടുക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്രസ്സ് നോക്കിയപ്പോൾ അഡ്രസ്സ് എടുത്തു. എന്നിട്ട് ഞാനിവിടെ ശാസ്താംകോട്ട തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കൊറിയറായിട്ട് അയക്കുകയായിരുന്നു ഒരു ന്യൂ ഇയർ ഗിഫ്റ്റും. അതായത് ഈ പുസ്തകം എനിക്കും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് വലിയൊരു ചെറിയൊരു ഇതാണ്.
ഗിഫ്റ്റ് അവിടെ കിട്ടി, പ്രധാനമന്ത്രി അത് വായിച്ചു, ഒരു മറുപടി കിട്ടി. എന്താണ് ആ മറുപടിയിൽ പറയുന്നത്? ശരിക്കും ഡിസംബർ ടുവേർഡ്സ് ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ആയിരുന്നു ബുക്ക് കൊടുത്തത് നമ്മൾ. പക്ഷെ അപ്പോഴേക്കും ഞാനതങ്ങ് മറന്നു. പിന്നെ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനി വായിക്കുമോ എന്ന് തന്നെ അറിയില്ല, കാരണം അത്രയും ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുസ്തകം കിട്ടുമെന്ന് ഞാൻ ഓഫ് കോഴ്സ് ഓക്കെ കിട്ടാം, പക്ഷേ അതിനെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് എന്താകും എന്നൊന്നും ഞാനത് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഒരു ജനുവരി 15-16 ആയിരുന്നപ്പോൾ എനിക്ക് PM ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിട്ട് പറഞ്ഞത് PM ഈ പുസ്തകം വായിച്ചു, ഇഷ്ടപ്പെട്ടു, മെയിൽ ID വേണം, തിരിച്ച് റിപ്ലൈ അയക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെയിൽ ID കൊടുക്കുന്നത്. അന്നേരവും വിചാരിച്ചത് ജസ്റ്റ് PS ഒക്കെ ആയിരിക്കും നോക്കുന്നത്, PM കാണാനുള്ളത് ഉണ്ടാവില്ല, ഓഫീസിലായിരിക്കും. മെയിൽ ID കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു. പിന്നെ ആ മെയിലിൻ്റെ ഒരു ഹാർഡ് കോപ്പി വിത്തിൻ 1 വീക്ക് ലഭിക്കുകയും ചെയ്തു. അത് ഞാൻ വളരെ ട്രഷറായിട്ട് അങ്ങനെ സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ്, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പം പല മീഡിയയിൽ നിന്നും കോള് വന്നു, ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ പേപ്പറിലുമൊക്കെ വന്നത്. നമ്മൾ എഴുതിയൊരു പുസ്തകം പ്രധാനമന്ത്രി വായിക്കുന്നു, അതിനെ അഭിനന്ദിച്ച് ഇങ്ങോട്ടേക്ക് കത്തയക്കുന്നു. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തിനൊപ്പം തന്നെ മകൻ്റെ ചിത്രങ്ങളുള്ള വലിയൊരു ട്രഷറാണ് നമ്മളെ സംബന്ധിച്ച്. വലിയ സന്തോഷമല്ലേ ഇത്? പിന്നെ തീർച്ചയായും എനിക്ക് ലൈഫിൽ കിട്ടിയ ഒരു അക്കാദമി അവാർഡോ ബുക്കർ പ്രൈസോ കിട്ടുന്ന മാതിരി അത്രയും വലിയ വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് എനിക്ക് ഈ ന്യൂ ഇയറിൽ കിട്ടിയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കൊന്നും കാണാനോ അപ്രോച്ചബിളോ ആയിട്ടോ ഉള്ളൊരു അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയുടെ ഈ പുസ്തകം വായിച്ചു എന്ന് മാത്രമല്ല, എനിക്കത് വളരെ വ്യക്തമായത് ഇന്നലെ പ്രസ്സിൽ നിന്നും പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ ഓരോ കവിതകളുടെയും ചിത്രങ്ങളുടെയൊക്കെ വളരെയധികം ടച്ചിങ് ആയിട്ട് അദ്ദേഹം അതിൻ്റെ റിപ്ലൈയിലുണ്ട്. ഒരമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധവും അവരുടെ ആ ഒരു കൊളാബ്, അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അമ്മയും മകനും തമ്മിൽ ചേർന്നുള്ള ഒരു കൊളാബാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിൽ. മകൻ ഇവിടെ, അവൻ കുഞ്ഞിലെ പഠിച്ചത് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ശാസ്താംകോട്ട ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചു. അവിടെയും നന്നായിട്ട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് ബംഗ്ലാദേശിലാണ്, അദ്ദേഹത്തിന് ഒരു പോസ്റ്റിംഗ് അങ്ങോട്ടാണ് കിട്ടിയത്. ബിംസ്റ്റെക്കിൻ്റെ ഡയറക്ടറാണ്. അപ്പം മോനെ ഇപ്പം അങ്ങോട്ടാണ്. ഇന്നലെ അവർ പോയതേ ഉള്ളൂ. എന്തായാലും പ്രധാനമന്ത്രിയൊക്കെ കണ്ടതിൽ, വായിച്ചതിൽ, അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടല്ലേ? പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമല്ലേ നമുക്ക് ഇങ്ങനെ ഒരു PM ഇതിൽ നിന്ന് ഇത് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ലക്ഷ്മി ടീച്ചർ വലിയ സന്തോഷത്തിലാണ്. കാരണം മകൻ്റെ ചിത്രങ്ങളും തൻ്റെ എഴുത്തുകളും ഒക്കെ പ്രധാനമന്ത്രി നേരിട്ട് വായിക്കുകയും കാണുകയൊക്കെ ചെയ്തു. അതുമാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് തിരിച്ച് മറുപടിയും അയച്ചതിൽ ടീച്ചർക്ക് വലിയ സന്തോഷമുണ്ട്. തുടർന്നുള്ള എഴുത്തുകൾക്കൊക്കെ തന്നെ ഇത് വലിയ പ്രചോദനമാകും. മകൻ്റെ ചിത്രരചനയെ സംബന്ധിച്ചും മുന്നോട്ട് പോക്കിനെയും ഈ ഒരു അഭിനന്ദനം വലിയ പ്രചോദനം എന്നാണ് ടീച്ചർ എന്തായാലും പറയുന്നത്. തുടർന്നും സമാനമായ രീതിയിൽ എഴുതാനും മകനെ ചിത്രം വരയ്ക്കാനും ഒക്കെ സാധിക്കട്ടെ. അത് ലോകത്തിന് മുന്നിൽ എത്തുകയും ചെയ്യട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AB ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.